ചിന്തയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. കാരുണ്യവാനായ ഈശോയെ, ഈ സായാഹ്നത്തിൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. എവിടെ ഉണ്ടാകുന്നവരുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നു അവരുടെ കർത്താവേ, ഞങ്ങളോട് പിതാവേ, നിങ്ങളുടെ പ്രാർത്ഥന സഹായം അപേക്ഷിച്ചുകൊണ്ട് ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹിക്കുന്ന സായം സന്ധ്യയില് അങ്ങയുടെ പ്രിയപ്പെട്ട ദാസനോടൊപ്പം പാപികളുമായ ഞങ്ങളെല്ലാവരും ഒന്നു ചേരുവാൻ അങ്ങയുടെ ആക്കിയ വലിയ കൃപയോട് നന്ദി പറയുന്നു. അങ്ങ് ചൊല്ലുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ വാക്കുകൊടുക്കുന്നു. സകല വിശുദ്ധരോടും മാലാഖകളോട് ചേർന്ന് എല്ലാത്തിനെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയും സ്തുതിയും ബഹുമാനവും സമർപ്പിച്ച് ഈശോയെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരണേത വിശിഷ്ട സ്ഥാനം. എത്ര സമുന്നതമിന്നു പുരോഹിത നീ ഭരണേത വിശിഷ്ട സ്ഥാനം. അഗ്നിമയന്മാർ ദിവ്യാരൂപികളായതിൽ അത്ഭുതമാർന്നിടുന്നു. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരണേത വിശിഷ്ട സ്ഥാനം. ശേഷം ഈ പുരോഹിതൻ എന്താണ് ചെയ്യേണ്ടതിനെ എന്നതിനെ കുറിച്ച് ഇന്ന് നാം വായിച്ചു കേട്ട 4 വായനകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട ആദ്യത്തെ വായന പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ്. മോശയെ കർത്താവ് വിളിക്കുന്നു. കത്തിയെരിയുന്ന മുൾപ്പടർപ്പിൽ നിന്നാണ് മോശയോട് കർത്താവ് സംസാരിച്ചത്. നമുക്കറിയാവുന്നതുപോലെ അഗ്നി ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമാണ്. പുറപ്പാടിന്റെ പുസ്തകം 13-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ ഇസ്രായേൽ ജനത്തെ വഴി നടത്താൻ വേണ്ടി രാത്രി അഗ്നിസ്തംഭത്തിൽ കർത്താവ് അവരെ അനുഗ്രഹിച്ചു. അഗ്നി ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമാണ്. ഈ അഗ്നി കണ്ടപ്പോൾ മോശ അങ്ങോട്ട് അടുത്തു ചെല്ലുകയാണ്. നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗ്രന്ഥം മുഴുവൻ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, വളരെ നിർണായകമായ സന്ദർഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളെ വിളിക്കുന്ന സമയത്ത് കർത്താവ് 2 പ്രാവശ്യമാണ് വിളിക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ കർത്താവ് അബ്രഹാത്തിനെ 2 പ്രാവശ്യം വിളിക്കുന്നു. അബ്രഹാം അബ്രഹാം എന്ന് പറഞ്ഞുകൊണ്ട്. സാമുവേലിന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ സാമുവേൽ സാമുവേൽ എന്ന് 2 പ്രാവശ്യം സാമുവേലിനെ വിളിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ ശിമയോൻ ശിമയോൻ എന്ന് പറഞ്ഞ് പത്രോസിനെ 2 പ്രാവശ്യം വിളിക്കുന്നു. മാർത്ത മാർത്ത എന്ന് പറഞ്ഞ് മാർത്തായെ 2 പ്രാവശ്യം വിളിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ സാവൂളിനെ സാവൂൾ സാവൂൾ എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം വിളിക്കുന്നു. ഇവിടെ മോശയെ വിളിക്കുന്നതും 2 പ്രാവശ്യമാണ്. അത് തന്നെ പ്രസക്തമാണ്, അത് തന്നെ വളരെ അർത്ഥപൂർണമാണ്. വലിയൊരു വിളിയാണ് അത് എന്ന് സൂചിപ്പിക്കുന്നു. വലിയ ഉത്തരവാദിത്തമാണ് കർത്താവ് ഏൽപ്പിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. എന്താണ് കർത്താവ് മോശയെ ഏൽപ്പിച്ചത്? നിനക്ക് മാതാവിന്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഇന്നല്ല, ഈ 2025 ഡിസംബർ 30-നല്ല കർത്താവ് ഡീക്കൻ വിപിനെ ആദ്യമായി കാണുന്നതും വിളിക്കുന്നതും. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ഡീക്കൻ വിപിനെ കാണുന്നതിന് മുമ്പേ കർത്താവ് കണ്ടിരുന്നു. ഈ അമ്മയുടെ ഉദരത്തിൽ ഡീക്കൻ ഉരുവായ കാര്യം
ഈ അമ്മ അറിയുന്നതിന് മുമ്പേ കർത്താവ് അറിഞ്ഞിരുന്നു. ഈ മകനെ കുറിച്ച് മാതാപിതാക്കൾ 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ്. ഈ വചനഭാഗത്ത് വിശുദ്ധ പത്രോസ് പറയുകയാണ്, ദൈവം നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അജഗണത്തെ പരിപാലിക്കുവൻ. അജഗണം ദൈവത്തിൻ്റെതാണ്. അജഗണത്തിന്റെ മേൽ ഉടമസ്ഥാവകാശം ദൈവത്തിന് മാത്രമാണ്. പല പുരോഹിതന്മാരും ധരിച്ചു വെച്ചിരിക്കുന്നത് ദൈവജനത്തിന്റെ മേൽ അവർക്ക് ഉടമസ്ഥാവകാശം ഉണ്ട് എന്നാണ്. ദൈവജനത്തിന്റെ മേൽ വൈദികർക്ക് ഉടമസ്ഥാവകാശമില്ല. വൈദികർക്കുള്ളത് ശുശ്രൂഷാവകാശം മാത്രമാണ്. ദൈവമാണ് ഉടമസ്ഥൻ, ദൈവമാണ് ഉടയവൻ. പ്രിയപ്പെട്ട ഡീക്കൻ, ഇന്ന് കർത്താവ് നിന്നെ ബലമേൽപ്പിക്കുന്നത് ദൈവത്തിന്റെ അജഗണത്തെയാണ്. അജഗണം ദൈവത്തിൻ്റെതാണ്. അവനാണ് ഉടമസ്ഥൻ. നമുക്കറിയാം, ആരാണോ വിലഘോഷ മനോഭാവത്തോടെ, സേവന മനോഭാവത്തോടെ മാതൃക നൽകി ദൈവജനത്തെ നയിക്കണമെന്ന് പത്രോസ് ഓർമ്മിപ്പിക്കുന്നു. അവസാനം പത്രോസ് പറയുന്നു, അതിനാൽ ദൈവജനത്തിന്റെ മേൽ ആധിപത്യം ചുമത്താതെ മാതൃക നൽകി അവരെ നയിക്കണം. നീ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ ജീവിച്ച് കാണിക്കണം. നീ പ്രഘോഷിക്കുന്ന സുവിശേഷം വിശ്വസിക്കില്ല. അതുകൊണ്ട് പഠിപ്പിക്കുന്നത് പാലിക്കുവാനും മാതൃക നൽകുവാനും അവരുടെ മുമ്പിൽ നിന്റെ ജീവിതം ഒരു ഉത്തമ ക്രൈസ്തവ ജീവിതത്തിന്റെ ഭാഗത്ത് ഈശോ പറയുന്നത്, എന്റെ ആടുകൾക്ക് എന്റെ സ്വരം അറിയാം, അല്ലെങ്കിൽ ആടുകൾക്ക് നല്ല ഇടയന്റെ സ്വരം അറിയാം. ഇടയന്റെ സ്വരം അറിയാവുന്നത് കൊണ്ട് ആടുകൾ ഇടയനെ അനുഗമിക്കുന്നു. എന്നാൽ അപരിചിതരുടെ സ്വരത്തെ ആടുകൾ ഒരിക്കലും അനുഗമിക്കുകയില്ല. അപരിചിതരിൽ നിന്ന് ആടുകൾ ഓടിയകലും. കാരണം എന്താണ്? അവരുടെ സ്വരം ആടുകൾക്ക് പരിചയമില്ല. എന്തുകൊണ്ടാണ്? ആടുകൾ മുഴുവൻ വെള്ളം കാണിച്ചു കൊടുക്കുന്നത് അവന്റെ സ്വരമാണ്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, വന്യമൃഗങ്ങൾ വരുമ്പോൾ ഒരു പ്രത്യേക സ്വരം പുറപ്പെടുവിച്ച് ആടുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത് ആട്ടിടയനാണ്. ഇനി ഏതെങ്കിലും ആടിന് പരിക്ക് പറ്റിയാൽ ആ ആടിനെ തോളിലെടുത്ത് പരിക്ക് പറ്റിയ ആടിനെയും കൊണ്ട് താരാട്ടുപാടി മറ്റാടുകളുടെ പിന്നാലെ നടക്കുന്നത് ഈ ആട്ടിടയനാണ്. അപ്പോൾ പുല്ല് കാണിച്ചു കൊടുക്കുന്ന സ്വരമാണ് അവന്റെ സ്വരം. വെള്ളം കാണിച്ചു കൊടുക്കുന്ന സ്വരമാണ് അവന്റെ സ്വരം. അപകടങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്ന സ്വരമാണ് അവന്റെ സ്വരം. പരിക്കാണ് പിന്നീട് ദൈവജനത്തിന് വേണ്ടി കർത്താവിന് മുന്നിൽ നിലവിളിക്കുന്നത്. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച മോശയുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് മോശയോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ദൈവജനത്തിന്റെ പാപം ക്ഷമിക്കപ്പെട്ടത് മോശയുടെ പ്രാർത്ഥനയിലൂടെയാണ്. വീണ്ടും പുറപ്പാടിന്റെ പുസ്തകം 32-ാം അധ്യായം 30 മുതൽ 35 വരെയുള്ള വചനങ്ങളിൽ വിഗ്രഹാരാധന നടത്തി പാപം ചെയ്ത ദൈവജനം പശ്ചാത്തപിച്ചപ്പോൾ അവർ മോശയുടെ അടുത്തേക്കാണ് ഓടിയത്. മോശയിലൂടെയാണ് അവർ പാപമോചനം തേടിയത്. മോശയിലൂടെയാണ് ദൈവം പാപമോചനം നൽകിയത്. ദൈവം വേണം, എന്നാൽ ശുശ്രൂഷകൾ വേണ്ട എന്നത് വിശുദ്ധ ഗ്രന്ഥത്തിന് ചേരുന്ന രീതിയല്ല. ക്രിസ്തു വേണം, ക്രിസ്തുവിന് സഭ വേണമെന്നത് ദൈവശാസ്ത്രപരമായോ വിശുദ്ധ ഗ്രന്ഥപരമായോ ശരിയല്ല. ക്രിസ്തുവും സഭയും ഉണ്ടായാലും സഭയിൽ ശുശ്രൂഷകർ വേണ്ട എന്ന് ചിന്തിക്കുന്നത് ഒട്ടും ശരിയല്ല. പ്രിയ സഹോദരങ്ങളെ, ഈ പൗരോഹിത്യം നമ്മുടെ നന്മയാണ്. ഈ പൗരോഹിത്യം നമ്മുടെ സഭയുടെ അനുഗ്രഹമാണ്. പുരോഹിതരിലൂടെയാണ് ദൈവജനത്തോട് ദൈവം സംസാരിച്ചിരുന്നത്, അവരുടെ പാപങ്ങൾ ക്ഷമിച്ചിരുന്നത്. അതുകൊണ്ട് അതേ ശൈലി തന്നെയാണ് ഈശോയും പിന്തുടർന്നത്. ഈശോ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആരുടെയെങ്കിലും പാപം ക്ഷമിച്ചാൽ അവ ക്ഷമിക്കപ്പെടും. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിക്കാതിരുന്നാൽ അവ ക്ഷമിക്കപ്പെടുകയില്ല. പ്രാർത്ഥിക്കാം. കരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, മെത്രാപ്പൊലീത്തായോടെയും ഞങ്ങളുടെ രൂപതീഷ്ണയമാർ ജോസഫ് മെത്രാനെയും ഇന്നത്തെ പ്രിയപ്പെട്ട ശുശ്രൂഷയുടെ മുഖ്യ ആത്മീയത്വം വഹിക്കുന്ന മാർട്ടിൻസ് മെത്രാന്റെയും അവരുടെ സഹശുശ്രൂഷകളുടെയും ക്ഷേമത്തിനു വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വയം തിരിച്ചു കുരിശുമെടുത്ത് അനുദിനം അങ്ങയെ അനുഗമിക്കുവാനും എല്ലാത്തിനുപരിയായി അങ്ങയെ തീവ്രമായി സ്നേഹിക്കുവാനും സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ. ബ്രഹ്മചര്യം വഴി സമ്പൂർണമായി അങ്ങേക്ക് ആത്മാർപ്പണം ചെയ്യുവാനും ദരിദ്രനായി തീർന്ന അങ്ങയെ അനുകരിപ്പ് പുലർത്തുവാനും ശാന്തനും വിനീത ഹൃദയനുമായ അങ്ങിൽ നിന്ന് പഠിക്കുവാനും നല്ലിടയനായ അങ്ങയെ പോലെ അജഗണത്തിനു വേണ്ടി ആത്മാർപ്പണം ചെയ്യുവാനും അങ്ങയുടെ ജീവൻ സമൃദ്ധമായി എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനും ക്രൂശിതനായ അങ്ങയെ പ്രസംഗിക്കുന്നതിൽ അഭിമാനം കൊള്ളുവാനും ലോകം മുഴുവനിലും അങ്ങയുടെ സുവിശേഷ ദീപ്തി പരത്തുവാനും
എല്ലാവരെയും അങ്ങേക്ക് നേടുവാൻ വേണ്ടി എല്ലാവർക്കും എല്ലാമായി തീരുവാനും ലോകത്തിലല്ലെങ്കിലും ലോകത്തിൻ്റെതാകാതെ ജീവിക്കുവാനും കാണാതെ പോയ ആളുകളെ തേടിപ്പിടിക്കുവാനും അങ്ങയുടെ അജഗണത്തിൽ ഉൾപ്പെടുത്താവേ നല്ല ഇടാനായ അങ്ങയുടെ മക്കളിലേക്ക് ആനയിക്കുവാനും ക്ലേശിതർക്കും ദുഃഖിതർക്കും നല്ല സമരക്കാരനായിരിക്കുവാനും അവശതയും അനീതിയും അനുഭവിക്കുന്നവരെ ഉദ്ധരിക്കുവാനും ദൈവമേ, ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. അങ്ങേ ദാസന്റെ പാദങ്ങൾക്ക് വിളക്കം, വഴികളിൽ പ്രകാശവുമായിരിക്കണമേ. സഭാ ശുശ്രൂഷയിൽ ആനന്ദം കണ്ടെത്തുവാനും അങ്ങയുടെ വിശ്വസതയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാനും ഇയാൾക്ക് കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പട്ടം കൊടുക്കൽ ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. ദൈവത്തിന്റെ സമർത്ഥമായ കൃപയും ആത്മീയ വരങ്ങളും ദാനങ്ങളും വർഷിച്ച് അങ്ങയുടെ ബലിപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഈ പുരോഹിതാർത്ഥിയെ സഹായിക്കണമെന്ന് നമുക്കിപ്പോൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. നിൻ കൃപയെന്നും ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നിൻ കൃപയെന്നും ചൊരിയണമേ. സ്വർഗ്ഗത്തിൽ വസിക്കുന്നവരെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. അഭിമന്യ പിതാവ് പുരോഹിതാർത്ഥിയെ സമീപിക്കുന്നു. പുരോഹിതാർത്ഥി ഇരുമുട്ടുകളും കുത്തി തലകുനിച്ച് കൈകൾ കണ്ണുകൾക്ക് മുകളിൽ യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. രണ്ട് മുട്ടുകളും കുത്തുന്നത് രണ്ട് ദാനങ്ങൾ അഥവാ രണ്ട് നാണയങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുവാനാണ്. ബലിയർപ്പിക്കുക, പാപമോചകമായ മാമോദീസ നൽകുക എന്നീ രണ്ട് പൗരോഹിത്യ കർമ്മങ്ങളെയാണ് രണ്ട് നാണയങ്ങൾ സൂചിപ്പിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വിളിക്കുവാനും ആശീർവാദം നൽകുവാനും ആധ്യാത്മിക സന്താനങ്ങളെ ജനിപ്പിച്ച് അവരെ ദിവ്യഭോജനം കൊണ്ട് പോറ്റുവാനും കർത്താവിൽ നിന്ന് അധികാരവും അനുമതിയും കൃപാവരവും ലഭിക്കുന്നുവെന്ന് കാണിക്കുവാനുമാണ്. കുറവുകളെ സദാ പ്രതികരിക്കുന്ന സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഭയഭക്തിജനകവും ഉന്നതവുമായ ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ തന്നെ ശക്തനാക്കണമെന്ന് കൈകൾ യാചനാരൂപത്തിൽ നീട്ടിപ്പിടിച്ചുകൊണ്ട് അഭിമന്യ പിതാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കുറവുകളെ സദാ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപ പിതാവായ ദൈവത്തിന്റെ സമൃദ്ധിയോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടി എപ്പോഴും നമ്മോടൊത്ത് ഉണ്ടായിരിക്കട്ടെ. ഭയഭക്തിജനകവും ഉന്നതവുമായ ഈ ശുശ്രൂഷ ഗർഭിണനായ കരങ്ങൾ വഴി
നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമ്മോട് കൂടെ. പട്ടകൊടുക്കൽ ശുശ്രൂഷയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമാണ് കൈവപ്പ് പ്രാർത്ഥന. അഭിവന്ദ പിതാവ് കൈവപ്പ് പ്രാർത്ഥനയും തുടർന്നുള്ള ആഘോഷപൂർവമായ ഉദാസ പ്രാർത്ഥനയും വഴിയാണ് ഒരാൾ തിരുസഭയിൽ പുരോഹിതനായി അഭിഷിക്തനാകുന്നത്. പുരോഹിതാർത്ഥിക്ക് ശുശ്രൂഷയ്ക്ക് ആവശ്യമായ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നൽകണമേ എന്നാണ് ദൈവത്തോട് യാചിക്കുന്നത്. തുടർന്നു വരുന്ന 2 കൈവപ്പ് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന ബിപിൻ കർത്താവിൽ പുരോഹിതനായി അഭിഷിക്തനാകുകയാണ്. അഭിമേന്ദ്ര പിതാവ് തന്റെ ഇടതുകരം യാചനാരൂപത്തിൽ നീട്ടിപ്പിടിക്കുന്നത് ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്നും, വലതുകരം പൗരോഹിത്യം സ്വീകരിക്കുന്നയാളുടെ ശിരസിന് മുകളിൽ ഉയർത്തിപ്പിടിക്കുന്നത് ദൈവാത്മാവ് തന്റെ ദാനങ്ങൾ ഈ ദാസന്റെ മേലും വർഷിക്കട്ടെ എന്ന് സൂചിപ്പിക്കുവാനുമാണ്. കൃപാപൂർണനായ ദൈവമേ, അവർണ്ണനീയമായ അങ്ങയുടെ കാരുണ്യത്താൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന ലൈംഗിക അധികാരം ഉപയോഗിച്ച് തിരുസഭയിൽ വൈദികനാകാൻ താൻ സമർപ്പിക്കുന്ന ഈ ശംശാനിയെ പരിശുദ്ധാത്മാവിന്റെ ആവാസത്താലും ദൈവത്തിന്റെ അനുഗ്രഹത്താലും കണ്ണുകളുയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിന്റെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകപ്പെടുവാൻ നിയുക്തനായിരിക്കുന്ന ശംശാന കുര്യാക്കോസ് മാത്തൂറിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. 2ാം കൈവപ്പ് പ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തോടും അനന്ത സ്നേഹം അത്ഭുതം പ്രവർത്തിക്കുന്ന ഈ അനുഗ്രഹീത നിമിഷങ്ങളിൽ നമുക്കും ഈ സംസാരിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ, സർവശക്തനായ ദൈവമേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, അങ്ങ് തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ നിഗമനം ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാഗാത്രത്തിന് നിർവഹിക്കുമായി അതിൽ പ്രവാചകന്മാരെയും ശ്രീഹന്മാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവ്വലോക രാജാവേ, അങ്ങയുടെ ഈ ദാസനെ തൃക്കൺ പാർക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പുകളെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ട വരം ഈ ആൾക്ക് നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസ്സാക്ഷിയോടും കൂടി അങ്ങയുടെ വിശുദ്ധമർവഹയിൽ ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്ര സ്വീകാര്യത്തിന്റെ ഭാഗഭാഗിത്വത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനനത്തിന് വേണ്ടി പാപമോചകമായ മാമോദീസ തൊട്ടി അങ്ങയുടെ കാരുണ്യത്തിന്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവൃത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ ഇതിനു മുമ്പിൽ ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നവതനായിരിക്കുന്നതിനും അങ്ങയുടെ ഏകജാതന്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിന്റെ ഭക്തിജനകമായ സിംഹാസനത്തിന് മുമ്പാകെ പ്രത്യാശാപൂർവം നിൽക്കുന്നതിനും വേണ്ടി ഇയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയപ്പെട്ട സംസ്ഥാന തിരുസഭയ്ക്ക് മുഴുവനായി നിത്യപുരോഹിതനായ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ അവകാശം സ്വീകരിച്ച് എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ഉയർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കുവാനും ദൈവാരാധന നടത്തുവാനും വിശ്വാസികളെ നയിക്കുവാനുമാണ് തിരുസഭയിൽ അഭിഷിക്തനായിരിക്കുന്നത്. അഗാധ ആചാരം ചെയ്ത് എഴുന്നേൽക്കുന്ന നവവൈദികനെ തിരുവസ്ത്രങ്ങൾ അണിയിക്കുന്ന കർമ്മമാണ് ഇപ്പോൾ നടക്കുവാൻ പോകുന്നത്. പൗരോഹിത്യത്തിന്റെ അധികാര ചിഹ്നമായ ഊറാറയുടെ പിൻഭാഗം വലത്തെ തോളിലൂടെ മുൻവശത്തേക്കും ജീവിതകാലം മുഴുവൻ വിശുദ്ധിയോടും തീഷ്ണതയോടും കൂടി ജീവിക്കുവാൻ നീതിയുടെ വസ്ത്രമായ കാപ്പയും നവവൈദികനെ അഭിമന്യ പിതാവ് ധരിപ്പിക്കുന്നു. നമുക്ക് ഇരുന്നുകൊണ്ട് ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കാം. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും തീഷ്ണതയോടും വിശുദ്ധിയോടും കൂടി
തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. ദൈവവചന പ്രഘോഷണമാണ് ഒരു വൈദികന്റെ പ്രഥമവും പ്രധാനവുമായ ചുമതലയെന്ന് അനുസ്മരിപ്പിച്ചുകൊണ്ട് അഭിവന്യ പിതാവ് നവവൈദികന് വിശുദ്ധ ഗ്രന്ഥം നൽകുമ്പോൾ നവവൈദികൻ വിശുദ്ധ ഗ്രന്ഥം ചുംബിച്ച് സ്വീകരിക്കുന്ന കർമ്മമാണ് നടക്കുന്നത്. തുടർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നവാഭിഷിക്തന്റെ നെറ്റിയിൽ റൂസ്പ ചെയ്ത് തനിക്കുള്ള സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുവാൻ അദ്ദേഹത്തിന്റെ ശിരസിൽ ചുംബിക്കുന്നു. വഴിയും സത്യവും ജീവനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി വിപിൻ കുര്യാക്കോസ് മാത്തൂർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാന്നിധ്യം ലഭിക്കും. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. മുദ്രപതിച്ചിരിക്കുന്ന നിന്റെ ഹൃദയം എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. നിന്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുഷ്ടമനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിന്റെ മഹനീയ ദിനത്തിൽ അവരുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്കുള്ള വഴി തിരിച്ചറിയാൻ നിന്നെ സഹായിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മിശിഹായുടെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് തന്നെ വൈദികൻ അഭിമന്യ പിതാവിന് കത്തിച്ച തിരി നൽകുന്നു. സ്വയം കത്തിയെരിഞ്ഞ് ചുറ്റുമുള്ളവർക്ക് പ്രകാശം നൽകുന്ന തിരി പോലെ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി സ്വയം എരിഞ്ഞു തീരുവാനുള്ള നവവൈദികന്റെ സന്നദ്ധതയാണ് ഇവിടെ വ്യക്തമാകുക. ഇപ്പോൾ അഭിമന്യ പിതാവും സഹകാർമ്മികരും നവവൈദികന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ചേർന്ന് ഫോട്ടോ എടുക്കുന്നു. ിൽ
പുത്രനായി അഭിഷേകം ചെയ്യപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മനസ്സ് നിറയെ നന്ദിയുടെ വികാരങ്ങളാണ്. കാരുണ്യവാനായ ദൈവം തന്റെ അനുഗ്രഹങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണം എന്ന് എനിക്കറിയില്ല. യോഗ്യതകൾ പരിഗണിക്കാതെ തന്റെ പുത്രന്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരാൻ എന്നെ തിരഞ്ഞെടുത്ത് വിളിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തി ഇന്ന് ഈ അൾത്താരയുടെ അരികിൽ എത്തിച്ച ദൈവത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നേ ദിവസം തന്റെ കൈവപ്പ് വഴി ഈശോയുടെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയത് ശംഷാബാദ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അഭിമന്യ മാർ പ്രിൻസ് പാണയങ്ങാടൻ പിതാവാണ്. അഭിമന്യ പിതാവേ, അങ്ങയുടെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ക്രിസ്തുവിന്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ എന്നെയും പങ്കാളിയാക്കുവാൻ ദൈവം തിരുമനസ്സായി. പൗരോഹിത്യത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയ അങ്ങയുടെ സ്നേഹത്തിനും പിതൃസഹജമായ വാത്സല്യത്തിനും അനുഗ്രഹത്തിനും ഹൃദയത്തിൽ നിന്ന് അങ്ങ് സംസാരിച്ച പൗരോഹിത്യ ചിന്തകൾക്കും വിനീതമായ ഉപദേശങ്ങൾക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. പൗരോഹിത്യ ജീവിതത്തിൽ പിച്ചവയ്ക്കുന്ന എനിക്ക് ഈ ജീവിതം അനുഗ്രഹപ്രദമായി തീരാൻ അങ്ങയുടെ പൈതൃകമായ അനുഗ്രഹം ഞാൻ യാചിക്കുന്നു. തുടർന്നു വരുന്ന എന്റെ പ്രഥമ ദിവ്യബലി അർപ്പണത്തിൽ അങ്ങയുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് നയിക്കുന്ന ശംഷാബാദ് അതിരൂപതയെയും ഞാൻ ചേർത്ത് വയ്ക്കുന്നു. ഇന്നേ ദിവസം ഈ ദേവാലയത്തിൽ തിരുപ്പെട്ട ശുശ്രൂഷയ്ക്ക് മുഖ്യകാരകനായി എത്തിച്ചേരുന്ന അഭിമന്യ പിതാവേ, അങ്ങയുടെ സ്നേഹത്തിനും സാന്നിധ്യത്തിനും എന്റെ വ്യക്തിപരമായ പേരിലും കുടുംബാംഗങ്ങളുടെയും ഇടവകയുടെയും വികാരിയച്ഛന്റെയും CMI സെന്റ് പോൾസ് പ്രവിശ്യയുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നേ ദിവസം ദൈവസ്നേഹത്തിന്റെയും ദൈവകാരുണ്യത്തിന്റെയും അതോടൊപ്പം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത അനേകം ആൾക്കാരുടെയും പ്രാർത്ഥനകളുടെ ഫലമായിട്ടാണ് ഞാനിന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുക. പ്രഥമ സമർപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഈശോയുടെ തിരുശരീരത്തിനും രക്തത്തിനുമൊപ്പം ഞാൻ ഈ തിരുവത്താരയിൽ സമർപ്പിക്കുകയാണ്.
ഓരോ ദിവ്യബലിയിലും പങ്കെടുക്കുമ്പോൾ ഓരോ നിയോഗങ്ങളും നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ ഇന്നത്തെ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങളെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 15 5 മുതലുള്ള തിരുവചനങ്ങൾ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എന്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. സാക്ഷികളെയും സൽക്കർമ്മികളെയും കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ
ഈശോദന്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്കാരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സ്വർഗത്തിൽ നിന്നിറങ്ങി അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥനയിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. എല്ലാവരിലും സമ്പൂർണമാകട്ടെ.
എവിടെയായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അവർണ്ണനീയമായ ദാനത്തിന് കർത്താവേ അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ പൗരോഹിത്യം സ്വീകരിച്ച് ഈ തിരുവൻതാരയിൽ ഞാനായിരിക്കുമ്പോൾ ഹൃദയത്തിൽ സ്നേഹവും നന്ദിയും മാത്രമേ ഉള്ളൂ. ആദ്യമായി തന്നെ എന്നെ കുറിച്ചുള്ള പദ്ധതികൾ വിഭാവനം ചെയ്ത ഈശോയ്ക്ക് നന്ദി. ദൈവമേ, അങ്ങയുടെ ദാനമാണല്ലോ ഈ ജീവിതം. കുറവുകളെ പരിഗണിക്കാതെ എന്നെ അങ്ങയുടെ സ്വന്തമാക്കി കരുതി സന്യാസ പൗരോഹിത്യത്തിലേക്ക് വിളിച്ചതിന് 1000 ആരാധനയും സ്തുതിയും നന്ദിയും സമർപ്പിക്കുന്നു. ഈശോയെ, ഈ ജീവിതം നിന്റേത് മാത്രം. സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ ദൈവമാതാവായി തീർന്ന് ഈശോയെ ജ്ഞാനത്തിലും പ്രായത്തിലും വളർത്തിയതുപോലെ എന്നെയും ഈശോയുടെ മകനായി വളർത്തി മാതൃവാത്സല്യം നൽകുന്ന പുരോഹിതരുടെ രാജ്ഞിയായ കർമ്മലയിലെ എന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിനും പിതൃവാത്സല്യത്താൽ എന്നെ വഴി നടത്തുന്ന വിശുദ്ധ യോസേപ്പിതാവിനും ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. എനിക്കെന്നും മാർഗനിർദ്ദേശം നൽകുന്ന കർമ്മലയിലെ എല്ലാ വിശുദ്ധർക്കും മറ്റെല്ലാ സ്വർഗവാസികൾക്കും മാലാഖവൃന്ദത്തിനും നന്ദി. അജ്ഞതയിൽ നിന്ന് അജഗണത്തെ ആത്മീയ പ്രകാശത്തിലേക്ക് നയിക്കാൻ സീറോ മലബാർ സഭയുടെ ആദ്യത്തെ സന്യാസ സ്ഥാപനത്തിന് വഴിനീർത്ത വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസച്ചന്റെയും പാലക്കൽ പോരൂമ തോമാച്ചന്മാരുടെയും കണിയാന്തര യാക്കോബ് സഹോദരന്റെയും പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുന്നു. ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് തന്റെ കൈവപ്പ് വഴി എന്നെ കൈപിടിച്ചുയർത്തി ഇന്നേ ദിവസം അനുഗ്രഹപ്രദമാക്കിയ സംഷാബാദ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അഭിമന്യമാർ പ്രിൻസിപ്പാളയങ്ങാട് പിതാവിനോടുള്ള എന്റെയും CMI സഭയുടെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയംഗമമായ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ഷൈജു അച്ഛനും ഒത്തിരി നന്ദി. കുടിയേറ്റത്തിന്റെയും മണ്ണിൽ ദൈവസ്നേഹത്തിന്റെ നൂറുമേനി വിളയിക്കാനായി രാപ്പകൽ അധ്വാനിക്കുകയും പട്ടത്തിനായി ഇടവക ജനങ്ങളെയും ഇടവകയെയും ചുറ്റുവട്ടങ്ങളെയും ആധ്യാത്മികമായി ഭൗതികമായി ഒരുക്കുകയും പട്ടത്തിനായുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരിക്കുകയും ചെയ്തത് ഞങ്ങളുടെ വികാരിയച്ഛനായ ബഹുമാനപ്പെട്ട സിരേഖ് പുലക്കാരായ NCDS അച്ഛനാണ്. അച്ഛനോടുള്ള എന്റെ നന്ദിയും കടപ്പാട് ഞാൻ അറിയിക്കുന്നു. ഇന്ന് ഒരു സ്വപ്നസാക്ഷാത്കാരത്തിന്റെ ദിനമാണ്. അൾത്താരയിലേക്കുള്ള എന്റെ യാത്രയിൽ താങ്ങായും തണലായും പ്രോത്സാഹനമായും പ്രാർത്ഥനയായും തിരുത്തലായും ദൈവവിളിയെ തിരിച്ചറിഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഉദാശകളിലൂടെ എന്നെ വളർത്തുകയും ചെയ്ത ലൂതുബാധ ഇടവകയിൽ സേവനമനുഷ്ഠിച്ച എല്ലാ മുൻ വികാരിയച്ഛന്മാരെയും DSS സന്യാസ സഭയിലെ സിസ്റ്റേഴ്സിനെയും ജീവിത മാതൃക കൊണ്ട് എനിക്ക് പ്രചോദനം നൽകിയ ഇടവകയിലെ എല്ലാ ജ്യേഷ്ഠ പുരോഹിതന്മാരെയും സമർപ്പിതരെയും ഈ ബലിവേദിയിൽ കൃതജ്ഞതയോടെ ഞാൻ അനുസ്മരിക്കുന്നു. ഒരു വൈദികനാകണമെന്നുള്ള എന്റെ സന്നദ്ധത അറിയിച്ചപ്പോൾ CMI മൈസൂർ പ്രവിശ്യയിലേക്ക് എന്നെ സ്വാഗതം ചെയ്തത് വൊക്കേഷൻ പ്രൊമോട്ടറും ഇപ്പോഴത്തെ മൈസൂർ പ്രവിശ്യയുടെ വികർ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട റെന്നി മലാരി അച്ഛനാണ്. ശോഭയെ കോഴിപ്പുഴൻ അച്ഛനെയും സ്നേഹപൂർവ്വം ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. PUC പഠനകാലത്ത് മൈസൂർ ജ്ഞാനമന്ദിര യോഗാർത്ഥി ഭവനത്തിന്റെ റെക്ടറായിരുന്ന ഫ്രാൻസിസ് മണ്ഡപത്തിക്കുന്തൽ അച്ഛനെയും റീജന്റ് ബഹുമാനപ്പെട്ട ജോൺ കണ്ടഗിരി അച്ഛനെയും ക്രൈസ്റ്റ് പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പാൾമാരായിരുന്ന രാജു കാഞ്ഞിരത്തിങ്കൽ അച്ഛനെയും ജോർജ് പുതിയടത്തച്ഛനെയും നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. സന്യാസത്തിന്റെ വസന്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നവസന്യാസ പരിശീലന കാലത്ത് കോഴിക്കോട് മേടിക്കുന്ന 6ನೇ ತರಗತಿಯಿಂದ 10ನೇ ತರಗತಿಯವರೆಗೆ ಶಿಕ್ಷಣವನ್ನು ಪೂರೈಸಿದ ಒಳೆಹೊನ್ನೂರಿನ ಸೆಂಟ್ ಮೇರೀಸ್ ಇಂಗ್ಲಿಷ್ ಮೀಡಿಯಂ ಶಾಲೆಯ ಎಲ್ಲಾ ಸಿಸ್ಟರ್ಸ್ ಅವರನ್ನು, ವಿಶೇಷವಾಗಿ SS ಕಾಂಗ್ರಿಗೇಷನ್ ಕರ್ನಾಟಕ ರೀಜನ್ ನ ಎಲ್ಲಾ ಸಿಸ್ಟರ್ಸ್ ಅವರನ್ನು, ಗುರುವೃಂದದವರನ್ನು, ಸಹಪಾಠಿಗಳನ್ನು ಹಾಗೂ MCBS ಬಾಯ್ಸ್ ಹಾಸ್ಟೆಲ್ನಲ್ಲಿ ನನಗೆ ಸಹಾಯ ಹಸ್ತವನ್ನು ನೀಡಿದ ಎಲ್ಲಾ ಫಾದರ್ಸ್ ಅವರನ್ನು ಮತ್ತು ಜೊತೆಗಿದ್ದ ಎಲ್ಲಾ ಸ್ನೇಹಿತರನ್ನು ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ಸ್ಮರಿಸುತ್ತಾ ಅವರೆಲ್ಲರಿಗಾಗಿ ಪ್ರಾರ್ಥಿಸುತ್ತಿದ್ದೇನೆ. എന്റെ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന MCBS കർണാടക റീജിയനിലെ എല്ലാ വന്യവൈദികരെയും പ്രത്യേകിച്ച് നന്ദി എന്ന 2 വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാനാവുന്നതല്ല എനിക്ക് നിങ്ങളോടുള്ള കടപ്പാടും സ്നേഹവും. നിങ്ങളുടെ ജീവൻ തന്നെയായ എന്നെ കർത്താവിന്റെ ബലിപീഠത്തിലേക്ക് തിരുസഭാ ശുശ്രൂഷയ്ക്കായി സന്തോഷത്തോടെയും പൂർണ്ണ മനസ്സോടെയും നിങ്ങൾ സമർപ്പിച്ചു. നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും സഹനവും പ്രാർത്ഥനയുമായിരുന്നു എപ്പോഴും എന്റെ ശക്തിയും പ്രചോദനവും. ഒരുപക്ഷെ ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും പ്രാർത്ഥിച്ചതിനേക്കാളും ഒരുങ്ങിയതിനേക്കാളും ഒരുപാട് നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ കുറിച്ചുള്ള കർത്താവിന്റെ സ്വപ്നത്തിന്റെ മുന്നിൽ നിങ്ങളുടെ സ്വപ്നങ്ങളും സുഖസൗകര്യങ്ങളും ആരോഗ്യവും സന്തോഷവും സൗഭാഗ്യങ്ങളും ഒക്കെ വേണ്ട എന്ന് വെച്ച് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിന് മുമ്പിൽ എന്ത് പറഞ്ഞാലാണ്, എന്ത് നൽകിയാലാണ് മതിയാവുക? എനിക്ക് വേണ്ടി കരഞ്ഞു കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചതിന്റെ ചൂട് ഈ നിമിഷം ഞാൻ എന്നിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഒരിക്കലും പറഞ്ഞു തീർക്കാനാകാത്ത സ്നേഹത്തോടെ ആനന്ദത്തോടെയും
നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയും അതിലുപരി നിങ്ങളുടെ മകനായി ജനിക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനത്തോടെയും നിങ്ങളുടെ പുണ്യജീവിതങ്ങൾക്ക് മുന്നിൽ ഞാൻ ശിരസ്സ് നമിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് നല്ല ഓർമ്മകളോടും ഹൃദയം നിറഞ്ഞ നന്ദിയോടും കൂടെ ഇന്ന് ഈ അൾത്താരയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങൾ വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കടകളുടെ മോചനത്തിനുള്ള